പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 4 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 43 29 FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, 62 പേരുണ്ട് എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. ഇതിലിപ്പോൾ 43 പേർ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. വിദേശത്തുള്ള പ്രതിയെ അടക്കം എത്തിക്കാനുള്ള നടപടികൾ അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ പോലീസ്? ഏറ്റവും ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്ന് മാത്രം 14 പേരുടേതാണ്. ഇന്ന് ഉച്ചവരെ അതൊരു 39 എന്നൊരു നമ്പറായിരുന്നു. 4 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. അങ്ങനെ 43 എന്നൊരു നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു സംഖ്യ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ 62 അല്ലെങ്കിൽ 64 എന്നൊരു നമ്പറിലേക്കൊന്നും ഒരുപക്ഷെ എത്താനുള്ളൊരു സാധ്യതയില്ല. അതൊരു 58-ൽ നിൽക്കുമെന്നാണ് പറയുന്നത്. കാരണം ചില ഡബ്ലിങ്ങുകളുണ്ട് ചില കേസുകളിൽ. അതുകൊണ്ട് തന്നെ 64 എന്ന നമ്പറിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. 58 പ്രതികളുടെ എണ്ണം എത്തും. അവരെ എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്യും. പക്ഷേ ഇവരിൽ ചില പ്രതികൾ, നമ്പർ കൃത്യമായി പറയുന്നില്ല, പക്ഷെ ചില പ്രതികൾ വിദേശത്താണുള്ളത്. അവരെ എത്തിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. അജിത ബീഗം DIG അവരാണ് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്നത്. പന്തളം, അതുപോലെ തന്നെ പത്തനംതിട്ട, ഇലവന്തിട്ട, മലയാലപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഇന്ന് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി കുറച്ചുകൂടി പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. തിരുവാഭരണ ഘോഷയാത്രയാണ്. സ്വാഭാവികമായ അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പലരും അത്തരത്തിലുള്ള ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രിയോടുകൂടി മാത്രമാണ് ഒരു അറസ്റ്റ് എന്ന ഘട്ടത്തിലേക്ക് പോവുകയുള്ളൂ. എന്തായാലും കേസിലെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ശുചിമുറിയിൽ വെച്ച് പെൺകുട്ടിയെ കൂട്ടമാനഭംഗം ചെയ്തു എന്ന നിർണായകമായ വിവരമാണ് പുറത്തു വന്നത്. അങ്ങനെയാണ് FIR ഉള്ളത്. 4 പ്രതികൾ ബന്ധു അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അവരെ കാണാനെന്ന വ്യാജേന എത്തി പിന്നീട് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പത്തനംതിട്ട പോലീസ് അറിയിക്കുന്നത്. പ്രവിത. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഞെട്ടിക്കുന്ന വിവരമാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. 62 പേരുടെ പേരുകൾ പെൺകുട്ടി നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായി ഇത് എവിടെ വെച്ച് നടന്നു, ആ തീയതിയൊന്നും പെൺകുട്ടിക്ക് ഓർമ്മയില്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രതികളെയും പിടികൂടാനാകട്ടെ, ഒപ്പം നീതി ലഭ്യമാകട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.